ജയചന്ദ്രൻ സാർ, ഈ ഒരു സമഗ്ര വികസനത്തിന് ഈ ജില്ലാ വിഭജനം അനിവാര്യമാണോ? ഒപ്പം ഈ വിഭജനത്തോടൊപ്പം രാഷ്ട്രീയ ഭൂപടം കൂടി മാറുമോ എന്ന സംശയങ്ങളും ചർച്ചകളും കൂടി തുടങ്ങിയ ഒരു സമയമാണ്. സാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയത് പലിശ സഹിതം മൂവാറ്റുപുഴക്കാർക്ക് കിട്ടണം. അപ്പോൾ ആരാണ് അവിടെ പലത് നഷ്ടപ്പെടുത്തിയെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇത് ഈ വിഷയം നിയമസഭയിൽ വന്നതാണ്. 2018 മുസ്ലിം ലീഗിന്റെ MLA KN ഖാദർ ഒരു ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നു നിയമസഭയിൽ. അദ്ദേഹത്തിന്റെ ആവശ്യം മലപ്പുറത്തെ ജനസംഖ്യ 2011 സെൻസസ് പ്രകാരം 41.13 ലക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണം. ഇതായിരുന്നു KN ഖാദറുടെ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം. അപ്പൊ അന്ന് ബന്ധപ്പെട്ട മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി, ജില്ല വിഭജിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല, വികസനപരമായ പ്രശ്നങ്ങളാണ് മെമ്പർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത്തരം വികസനപരമായ പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത്തരം വികസന പോരായ്മകൾ പരിഹരിക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതല്ലാതെ ജില്ല വിഭജിക്കുക ഗവൺമെന്റ് നയമല്ല എന്ന് അന്ന് പറഞ്ഞു. അങ്ങനെ അത് അന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2025 വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ചു. ഒരു ലീഗ് MLA തന്നെയാണ്, അദ്ദേഹത്തിന്റെ പേര് കുറുക്കോളി മൊയ്തീൻ. അദ്ദേഹം ഇതേ ആവശ്യം തന്നെയാണ് നിയമസഭയിൽ ഉന്നയിക്കുന്നത്, ജില്ല വിഭജിക്കണം മലപ്പുറം ജില്ല. അന്നും ഗവൺമെന്റ് ഇതേ മറുപടി തന്നെ പറഞ്ഞു, പ്രദേശ മന്ത്രി പറഞ്ഞു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ വേണം താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മൂവാറ്റുപുഴയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലപ്പുറംകാർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ 9.5 കൊല്ലം നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് KM ഷാജി പറഞ്ഞു നടന്നിരുന്നത് ഒക്കെ തിരിച്ചു പിടിക്കാനാണല്ലോ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് അടിസ്ഥാന പ്രശ്നമായിട്ട് വരുന്നത്? ഈ പറഞ്ഞ പറച്ചിലുകളിൽ നിന്നൊക്കെ വരുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡ് ആണെന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. അതല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഡിമാൻഡോ അല്ലെങ്കിൽ ഈ ലോക്കൽ സബ് ഗവൺമെന്റ് ഡിമാൻഡോ ഒക്കെ ആയിട്ട് ഡീസെൻട്രലൈസേഷൻ ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ന്യായമായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യമാണ്. പക്ഷെ അത് പൊളിറ്റിക്കൽ ഡിമാൻഡായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മലപ്പുറത്തിന് തൊട്ട് പിന്നാലെ ഇപ്പൊ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ജില്ല വേണം വേണ്ടത്. അതോട് നോക്കണം. അതില് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുള്ള ജില്ലയിൽ വരേണ്ടത് ഏതൊക്കെയാണെന്നറിയാമോ? 3 ജില്ലകളിലെ ഭാഗങ്ങളാണ്. ഒന്ന് തൊടുപുഴ വരണം, മറ്റൊന്ന് പാലാ വരണം, മറ്റൊന്ന് എറണാകുളത്തിലെ ചില ഭാഗങ്ങളും വരണം. അപ്പോൾ ഇടുക്കി, കോട്ടയം, എറണാകുളം, അപ്പൊ ഈ റീജിയണൽ റീസ്ട്രക്ചറിങ് എങ്ങനെയാവും? അതടക്കമുള്ള പ്രശ്നങ്ങളില്ലേ? അപ്പൊ ഇത്തരം ജിയോഗ്രഫിക്കൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച ഇത്തരം ഡിമാൻഡുകൾ കൊണ്ടുവരുമ്പോൾ പൊളിറ്റിക്കൽ ഡിമാൻഡുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിലെ നിർണായകമായ ഒരു കാതലായ വിഷയമായിട്ട് വരുന്നത്. പിന്നെ കോൺഗ്രസ് ആണല്ലോ നയിക്കുന്നത് UDF-നെ. ആരുടെയായിരുന്നു 72ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്? സാക്ഷാൽ രാജീവ് ഗാന്ധി ആയിരുന്നില്ലേ? അതിനു മുമ്പ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത്, അന്ന് 5 ലക്ഷം ഉള്ളായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം 5 ലക്ഷം പറഞ്ഞത്. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് 5 ലക്ഷം ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കണം എന്ന് മഹാത്മാഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയും ഒക്കെ പറഞ്ഞ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന 72ാം ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള പഞ്ചായത്ത് രാജ് ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ അട്ടത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ പുതിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡിമാൻഡ് ഇതേ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി തന്നെ വരുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. അപ്പൊ ഇവിടെ വികസനപരമായ പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടത് ആ വികസനപരമായ പിന്നോക്കാവസ്ഥയെ തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. അതാണ് ശാക്തീകരണം എന്ന് പറയുന്നത്. അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ശാക്തീകരണമാണോ? അതാണോ എംപവർമെന്റ് വേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് എംപവർമെന്റ് ഉണ്ടായതുകൊണ്ട് ഇവരിപ്പോ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ ആണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ ഉണ്ടായതുകൊണ്ട് ഈ താഴെ തട്ടിൽ ഡീസെൻട്രലൈസേഷൻ ഉണ്ടാകുന്നു. ഏത് തരത്തിലാണ്? അപ്പൊ ഇത് തർക്കമായി വരുന്നു. ഈ തർക്കം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പുതിയൊരു കാര്യം ഇപ്പോ ഇവിടെ താങ്കൾ കാണിച്ചതുപോലെ അവതരിപ്പിക്കുന്നത്. എന്താണത്? ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാക്കും. അത്രയും നല്ല കാര്യം. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ എന്തൊക്കെയാണ് ടേംസ് ഓഫ് റെഫറൻസ് ഉള്ളത് നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാം. പക്ഷെ വരുന്ന പ്രശ്നം 2011 ഒടുവിലത്തെ സെൻസസ് നടന്നത് ഇന്ത്യയിൽ. അടുത്തൊരു സെൻസസ് വരാതെ സെൻസസ് ബേസ്ഡ് ആണ്, പോപ്പുലേഷൻ ബേസ്ഡ് ആണ് ഈ ജില്ലാ വിഭജനം ആവശ്യപ്പെടുന്ന എല്ലാവരുടെയും കോർ ഇഷ്യൂ പോപ്പുലേഷൻ ബേസ്ഡ് ആണ്. അപ്പൊ 2011 സെൻസസ് വെച്ച് 2026 എത്ര ജനസംഖ്യ ഉണ്ടെന്ന് കണക്കാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ 2026 ജനസംഖ്യ കണക്കാക്കണമെങ്കിൽ ഇവിടെ സെൻസസ് നടക്കണം.
സെൻസസ് മാത്രം വെച്ചുകൊണ്ട് ജില്ല വിഭജിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷേ ഈ വാദിക്കുന്നവർ വ്യക്തമാക്കണം പോപ്പുലേഷൻ ബേസ്ഡ് ആണോ തങ്ങളുടെ വാദം എന്നുള്ളത്. അതാണ് അതിൽ ഊന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പണി ഒന്നും നടക്കില്ല. പോപ്പുലേഷൻ ബേസ്ഡ് മാത്രമായിട്ട് അവർക്ക് ഈ ജില്ലാ വിഭജനം നടത്തണമെങ്കിൽ സെൻസസ് കഴിയുക തന്നെ വേണം. അതല്ലാതെ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ജില്ലാ വിഭജനം നടത്താൻ കഴിയും. പക്ഷെ ബേസിക്കലി അത് പൊളിറ്റിക്കൽ ഡിമാൻഡ് ആണെങ്കിൽ ഇതൊന്നുമല്ല നടക്കാൻ പോകുന്നത്. ഇപ്പോ ഏറ്റവും ഒടുവിൽ കേട്ടത്, ഈ ഭരണത്തിന്റെ ഇടനാഴിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കേട്ടത്, തിരൂർ ആസ്ഥാനമാക്കിയ ഒരു ജില്ലയും മൂവാറ്റുപുഴ ആസ്ഥാനമാക്കിയ മറ്റൊരു ജില്ല ഉൾപ്പെടെ 14 ജില്ല എന്നുള്ളത് 16 ആക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഇനി അതിന്റെ മറ്റ് അമ്യൂണിറ്റീസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിന്റെ അമ്യൂണിറ്റീസ് ഉണ്ടാക്കുന്നതിന് ആദ്യ ഭാഗമാണ് ഈ പറഞ്ഞ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അപ്പൊ അതൊക്കെ വരട്ടെ വന്നു കഴിഞ്ഞിട്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് കാതലായിട്ട് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ പറയുന്ന മേഖലകളിലെല്ലാം ഉണ്ടാകണം. അതൊക്കെ എവിടുന്ന് ഉണ്ടാക്കും? അത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജിയോഗ്രഫിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഡെമോഗ്രഫിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്നും കാണാതെ വെറുതെ പൊളിറ്റിക്കൽ ഡിമാൻഡ് മാത്രം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ചാടി പുറപ്പെടുന്നത് മഹാ അബദ്ധമായി തീരും എന്നുള്ളത് കണ്ടറിഞ്ഞാലേ പഠിക്കൂ.